ഹായ് ഓൾ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ സ്റ്റാർ ഫ്രണ്ട്. അന്നു രാത്രി ഏതാണ്ട് 9:30 മണിയായപ്പോൾ പതിവ് പോലെ ടോമും സിഡും ഉറങ്ങാൻ പോയി. പ്രാർത്ഥിച്ചിട്ടു കിടന്ന ഉടനെ തന്നെ സിഡ് ഉറക്കമായി. ഹക്കിൾബറി നൽകുന്ന അടയാളത്തിനായി ചെവിയോർത്ത് അക്ഷമനായി അസ്വസ്ഥതയോടെ ഉണർന്നു കിടന്നുവെങ്കിലും താമസിയാതെ ടോമും ഉറക്കത്തിലേക്ക് വഴുതി. പെട്ടെന്ന് ഒരു പൂച്ചക്കരച്ചിലും മറ്റെന്തൊക്കെയോ ശബ്ദവും കേട്ട് അവൻ ഉണർന്നു. ഒരു നിമിഷം കൊണ്ടവൻ വേഷം മാറി. ജനലിലൂടെ വിറകുപുരയുടെ മേൽക്കൂരയിലേക്കും പിന്നീട് നിലത്തേക്കും ചാടുന്നതിനിടെ അവൻ വളരെ ശ്രദ്ധയോടെ 1-2 പ്രാവശ്യം മ്യാവൂ എന്ന് ശബ്ദമുണ്ടാക്കി. ചത്ത പൂച്ചയുമായി ഹക്കിൾബറി ഫിൻ അവിടെ നിന്നിരുന്നു. പെട്ടെന്നു തന്നെ അവർ രണ്ടുപേരും ശവക്കോട്ടയിലേക്കോടി. അവിടെ ചെകുത്താന്മാരുടെ വരവും കാത്ത് അവർ നിശബ്ദരായി ഇരുന്നു. അല്പം കഴിഞ്ഞപ്പോൾ സെമിത്തേരിയുടെ അങ്ങേ അറ്റത്ത് നിന്നും അടക്കിപ്പിടിച്ച ഒരു ശബ്ദം കേട്ടു. അവ്യക്ത രൂപങ്ങൾ ഇരുളിലൂടെ അടുത്തു വരുന്നുണ്ടായിരുന്നു. അതു ചെകുത്താന്മാരായിരിക്കും. പേടിച്ചു വിറച്ചുകൊണ്ട് ഹക്ക് മന്ത്രിച്ചു. ടോം അതു സമ്മതിച്ചില്ല. ഏയ്, അത് മനുഷ്യർ തന്നെയാണ്. അവരുടെ ശബ്ദം കൊണ്ട് എനിക്കവരെ തിരിച്ചറിയാം. അത് ഇഞ്ചൻ ജോയും മഫ് പോട്ടറും ഡോക്ടർ റോബിൻസണുമാണ്. പോട്ടറും ഇഞ്ചൻ ജോയും കൊണ്ടുവന്ന കൈവണ്ടിപ്പുറത്ത് കയറും 2 മൺവെട്ടികളുമുണ്ടായിരുന്നു. അവർ ഒരു ശവക്കുഴി മാന്തി ശവപ്പെട്ടി പൊക്കിയെടുത്തു. അതിൻ്റെ മൂടി മൺവെട്ടി കൊണ്ട് തുറന്ന് ശവമെടുത്തു പുറത്തേക്കിട്ടു. ഉന്തുവണ്ടി ശരിയാക്കി ശവം അതിൽ വെച്ച് പുതപ്പുകൊണ്ട് മൂടി കയറിട്ടു കെട്ടി. കത്തിയെടുത്ത് കയറിൻ്റെ തൂങ്ങിക്കിടന്ന അറ്റം മുറിച്ചു കളഞ്ഞിട്ട് പോട്ടർ പറഞ്ഞു, നിങ്ങൾ $5 കൂടി തരണം, അല്ലെങ്കിൽ ഈ ശവം ഇവിടിങ്ങനെ കിടക്കും. അതെന്താ അങ്ങനെ പറയുന്നേ? നിങ്ങൾ ആവശ്യപ്പെട്ട കൂലി മുൻകൂറായി ഞാൻ തന്നതാണല്ലോ, ഡോക്ടർ എതിർത്തു. തുടർന്നവിടെ ഒരു തർക്കമുണ്ടായി. ഇഞ്ചൻ ജോ ഡോക്ടറെ ഭീഷണിപ്പെടുത്തി. അയാൾ ഡോക്ടറുടെ മുഖത്തിനു നേരെ മുഷ്ടി ചുരുട്ടി. ഡോക്ടർ പെട്ടെന്ന് ഒഴിഞ്ഞു മാറിയിട്ട് അയാളെ ഇടിച്ചു. തുടർന്ന് അവർ തമ്മിൽ ഒരു മൽപ്പിടുത്തം നടന്നു. അതിനിടയിൽ ഡോക്ടർ പോട്ടറെ അടിച്ചു ബോധം കെടുത്തി. ഒടുവിൽ ഇഞ്ചൻ ജോ പോട്ടറുടെ കത്തിയെടുത്ത് ഡോക്ടറെ കുത്തി മലർത്തി. എന്നിട്ട് കത്തി വലിച്ചൂരി പോട്ടറുടെ കയ്യിൽ പിടിപ്പിച്ചു. ഇതെല്ലാം കണ്ടുകൊണ്ടിരുന്ന പയ്യന്മാർ ഗ്രാമത്തിലേക്ക് വെച്ചു പിടിച്ചു. ഭയം കൊണ്ട് അവർക്കൊന്നും ഉരിയാടാൻ കഴിഞ്ഞില്ല. തളർന്നു വീഴും മുമ്പേ അവർ ഓടിയോടി പഴയൊരു കെട്ടിടത്തിൽ അഭയം തേടി. മിണ്ടാൻ കഴിയുമെന്നായപ്പോൾ അവർ കണ്ട കാഴ്ചയെപ്പറ്റി സംസാരിച്ചു തുടങ്ങി. ഒടുവിൽ എന്തു വന്നാലും തങ്ങൾ കണ്ടത് ആരോടും പറയുകയില്ലെന്നവർ അന്യോന്യം പ്രതിജ്ഞയെടുത്തു. അറിയാതെങ്ങാനും തങ്ങൾ സത്യം വെളിപ്പെടുത്തിപ്പോയാൽ ഇഞ്ചൻ ജോ പ്രതികാരം ചെയ്യുമെന്നവർക്ക് ഉറപ്പായിരുന്നു. ടോം ജനാലയിലൂടെ കിടക്കമുറിയിൽ തിരികെ എത്തിയപ്പോഴേക്കും രാത്രി ഏതാണ്ട് കഴിയാറായിരുന്നു. ശബ്ദം കേൾക്കാതിരിക്കുവാൻ അതീവ സൂക്ഷ്മതയോടെ വേഷം മാറിയിട്ട് അവൻ കിടക്കയിലേക്ക് വീണ് ഉറക്കത്തിലേക്ക് വഴുതുമ്പോൾ തൻ്റെ സാഹസിക പ്രവൃത്തി ആരും അറിഞ്ഞില്ലല്ലോ എന്നോർത്തവൻ സ്വയം അഭിനന്ദിച്ചു. പക്ഷേ ഏതാണ്ട് 1 മണിക്കൂറായി സിഡ് ഉണർന്നു കിടക്കുകയായിരുന്നു എന്ന സത്യം അവൻ അപ്പോൾ അറിഞ്ഞതേയില്ല. ടോം ഉണർന്നപ്പോൾ സിഡ് താഴേക്ക് പോയിക്കഴിഞ്ഞിരുന്നു. അവൻ 5 മിനിറ്റ് കൊണ്ട് ഒരുങ്ങി താഴേക്ക് ചെന്നു. ക്ഷീണവും ഉറക്കച്ചടവും അവനെ ആകെ തളർത്തിയിരുന്നു. ഊണുമേശയിൽ അവരെല്ലാം ഉണ്ടായിരുന്നുവെങ്കിലും അവരുടെ പ്രാതൽ കഴിച്ചു കഴിഞ്ഞിരുന്നു. ആരും അവനോടൊന്നും ചോദിച്ചില്ല. അവിടാകെ നിശബ്ദത തളം കെട്ടി നിന്നു. ഭക്ഷണം കഴിഞ്ഞപ്പോൾ അമ്മായി അവനെ അടുത്തേക്ക് വിളിച്ചു. അവർ തേങ്ങുന്നുണ്ടായിരുന്നു. തൻ്റെ നെഞ്ചു തകർക്കുന്ന പ്രവൃത്തികൾ ചെയ്യാൻ നിനക്കെങ്ങനെ കഴിയുന്നുവെന്നവർ ടോമിനോട് ചോദിച്ചു. ആ ചോദ്യം അടിയേക്കാൾ കഠിനമായിരുന്നു. അതവനെ വല്ലാതെ വേദനിപ്പിച്ചു. ടോം സങ്കടത്തോടും വേദനയോടും കൂടി മന്ദം മന്ദം സ്കൂളിലേക്ക് നടന്നു. സ്കൂളിലെത്തി സ്വസ്ഥാനത്തിരുന്നിട്ട് കൈ ഡെസ്കിൽ വെച്ചു. കൈമുട്ട് കട്ടിയുള്ള എന്തിലോ അമർന്നുവെന്ന് അവന് തോന്നി.
അവൻ അതെടുത്ത് ദീർഘനിശ്വാസത്തോടെ തുറന്നു നോക്കി. കഴിഞ്ഞ ദിവസം ബെക്കി താച്ചർക്കു കൊടുത്ത പിത്തളമൊട്ടായിരുന്നു അത്. അതവനെ കൂടുതൽ തളർത്തുക തന്നെ ചെയ്തു. ഉച്ചയോടടുത്തപ്പോഴേക്കും ഭയാനകമായ ഒരു വാർത്ത കേട്ട് ഗ്രാമം മുഴുവൻ നടുങ്ങി. ഡോക്ടർ റോബിൻസണിനെ മഫ് പോട്ടർ കൊന്നുവെന്നായിരുന്നു വാർത്ത. പോട്ടറെ പോലീസ് അറസ്റ്റ് ചെയ്തു. ഡോക്ടറെ കൊന്നത് പോട്ടറാണെന്ന് ഇൻജൻ ജോ സാക്ഷ്യപ്പെടുത്തി. ജോ തൻ്റെ ആത്മാവിനെ ചെകുത്താന് വിറ്റുകഴിഞ്ഞുവെന്ന് ആ ബാലന്മാർക്കുറപ്പായി. ഉള്ളിലിരിക്കുന്ന പേടിപ്പെടുത്തുന്ന ആ രഹസ്യം ടോമിൻ്റെ മനസ്സാക്ഷിയെ കാർന്നു തിന്നാൻ തുടങ്ങി. സ്വസ്ഥത നഷ്ടപ്പെട്ട അവന് രാത്രിയിൽ തീരെ ഉറക്കം കിട്ടാതായി. പേടി സ്വപ്നങ്ങൾ കണ്ട് അവൻ ഉറക്കത്തിൽ പിച്ചും പേയും പറയാൻ തുടങ്ങി. സിഡ് ഇതൊക്കെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. മനസ്സമാധാനം കിട്ടാനായി ടോം ചിലപ്പോഴൊക്കെ ജയിലിൽ പോയി പോട്ടറെ കണ്ടു. ചെറിയ ചെറിയ സമ്മാനങ്ങളും നൽകി. ടോമിൻ്റെ മനസാക്ഷിക്കുത്ത് ഒട്ടൊന്നു കുറയാൻ ഇതു സഹായിച്ചു. ദിവസങ്ങൾ കടന്നുപോയതോടെ ആ രഹസ്യത്തിലുള്ള താൽപ്പര്യം അവന് കുറഞ്ഞു തുടങ്ങി. ഗൗരവമുള്ള പുതിയൊരു കാര്യം അതിനിടയിൽ അവൻ കണ്ടെത്തി. അസുഖമായതോടെ ബെക്കി താച്ചർ സ്കൂളിൽ വരാതായി. ജീവിതത്തിൻ്റെ മനോഹാരിത നഷ്ടമായതായി അവന് തോന്നി. ഒന്നുമില്ലാതായ അവസ്ഥ, വിരസത മാത്രം ബാക്കിയായി. ടോമിൻ്റെ ഉന്മേഷമില്ലായ്മ പോളി അമ്മായിയെ വളരെ ഉത്കണ്ഠാകുലയാക്കി. അവർ എല്ലാത്തരം ചികിത്സാവിധികളും അവൻ്റെ മേൽ പ്രയോഗിച്ചു. ജലചികിത്സയാണ് ആദ്യം തുടങ്ങിയത്. പക്ഷേ അതു ഫലപ്പെട്ടില്ല. ടോം കൂടുതൽ കൂടുതൽ മൂകനും നിരാശാഭരിതനുമായി കാണപ്പെട്ടു. അവൻ ആകെ വിളറി വെളുത്തു. ആ സമയത്താണ് പോളി അമ്മായി ആദ്യമായി ആ പോഷക ഔഷധത്തെപ്പറ്റി കേൾക്കുന്നത്. ഉടൻ തന്നെ അവർ ആ മരുന്നിന് ഓർഡർ ചെയ്തു. കിട്ടിയ പാടെ അത് ടോമിന് കൊടുക്കാനും തുടങ്ങി. ഒടുവിൽ ആ മരുന്നു സേവിക്കൽ അവനു മടുത്തു തുടങ്ങി. അതൊഴിവാക്കാനായി അവൻ ഒരു പദ്ധതി തയ്യാറാക്കി. ഒരു ദിവസം ടോം പോളി അമ്മായിയുടെ പൂച്ചയുടെ വായ് തുറന്ന് ആ ഔഷധം ഒഴിച്ചു കൊടുത്തു. പൂച്ചയുടെ വെപ്രാളം കണ്ട് പോളി അമ്മായി കാരണം തിരക്കി. ഞാനതു സഹതാപം കൊണ്ട് ചെയ്തതാ. കാരണം അതിനൊരു അമ്മായി ഇല്ലല്ലോ. ഒരമ്മായി ഉണ്ടായിരുന്നെങ്കിൽ അവർ തന്നെ മരുന്ന് കൊടുത്ത് അതിൻ്റെ വായ് പൊള്ളിക്കുമായിരുന്നല്ലോ. ടോമിൻ്റെ മറുപടി അവരെ ശരിക്കും വേദനിപ്പിച്ചു. അതിനുശേഷം ടോം നല്ല കുട്ടിയാവാൻ ശ്രമിച്ചു തുടങ്ങി. അതിൻ്റെ പ്രാരംഭമായി അന്നവൻ സമയത്തിന് മുന്നേ സ്കൂളിലെത്തി. കുട്ടികൾ ഓരോരുത്തരായി വരുന്നത് അവൻ കണ്ടു. ബെക്കി താച്ചറും ആ കൂട്ടത്തിലുണ്ടായിരുന്നു. അവളുടെ ശ്രദ്ധ ആകർഷിക്കാനായി അവൻ പല വികൃതികളും കാണിച്ചു തുടങ്ങി. പക്ഷേ അവൾ പറഞ്ഞു, ഛേ, മിടുക്കന്മാരാണെന്ന ധാരണയിൽ ചിലരൊക്കെ എന്തെല്ലാം കോപ്രായങ്ങളാണ് കാണിക്കുന്നത്. ടോം അതു കേട്ടു. അവൻ വീണ്ടും ദുഃഖിതനായി. ആരും തന്നെ സ്നേഹിക്കുന്നില്ല എന്നൊരു തോന്നൽ അവൻ്റെ ഉള്ളിൽ നിറഞ്ഞു. എങ്ങോട്ടെങ്കിലും ഓടിപ്പോകണമെന്നു തന്നെ അവൻ തീർച്ചപ്പെടുത്തി.